FC ബാഴ്സലോണ ഹാൻസി ഫ്ലിക്കിൻ്റെ 2026-27 സീസൺ കളിക്കാൻ പോകുന്ന FC ബാഴ്സലോണയെ കുറിച്ച് ഞാനൊരു പ്രഡിക്ഷൻ നടത്താൻ പോവുകയാണ്. ഇൻ വെരി സൂൺ ദേ ആർ ഗോയിങ് ടു വിൻ എ ചാമ്പ്യൻസ് ലീഗ്. ഞാൻ പറയുന്നത് എന്താണ്, ഇവനെന്താ വട്ടായോ, കഴിഞ്ഞ ഇത്രയും നാളുമായിട്ട് പറ്റിയില്ല, ഇനിയാണ് പറ്റാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ റോഡ്രി വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല. മുഴുവൻ വീഡിയോ കാണാൻ നോക്കുക. സോ first of all, welcome to AT Podcast Football Club and this is RJ Andapan. അപ്പോൾ ഗൈസ്, അതിന് മുന്നായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ റോഡ്രിയും കൂടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ റോഡ്രി വരുന്നതിനകത്ത് അത്ര പൂർണ്ണ തൃപ്തനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. ഞാനത് മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. റോഡ്രി ബാഴ്സയ്ക്ക് വന്നാലും ശരി, റയൽ മാഡ്രിഡിലേക്ക് വന്നാലും ശരി, ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സർജറി, മറ്റ് കാര്യങ്ങൾ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഒരു റോഡ്രി എങ്ങനെയായിരിക്കും, ഈ ഒരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതിലെനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് പുള്ളിയുടെ ടാലൻസിലുള്ള ടെൻഷൻ അല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊന്നും കൊണ്ടൊന്നുമല്ല FC ബാഴ്സലോണ ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ, അല്ലെങ്കിൽ ഈ വരുന്ന 2 വർഷത്തിനുള്ളിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ഹാൻസി ഫ്ലിക്കിൻ്റെ FC ബയൺ മ്യൂണിക്കിന് ഓർമ്മയുണ്ടോ? ഏറെക്കുറെ അതാണ് പുള്ളി റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏകദേശം അതേ ഐഡിയ തന്നെയാണ് പുള്ളി ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ റോഡ്രിയുടെ സൈനിങ് കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിഫൻസും കുറച്ചും കൂടെ ഈ പറയുന്നത് പോലെ എല്ലാവരും ഹാൻസി ഫ്ലിക്കിനോട് അഡ്വൈസ് ചെയ്തതുപോലെ ഹാൻസി ഫ്ലിക്ക് ചേഞ്ച് ചെയ്യാൻ പോകുമായിരുന്നോ എന്നുള്ളൊരു സംശയം പലപ്പോഴും ഉണ്ടായിരുന്നു. സോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു പ്യുവർ സെൻറ്റർ ബാക്കും ഒരു പ്യുവർ സെൻട്രൽ സ്ട്രൈക്കറും വരേണ്ടതാണ് അല്ലേ? പക്ഷേ ഇത് വന്നില്ല. ഒരു നമ്പർ 9 വരേണ്ടതാണ്, വന്നില്ല. പകരം ഈ പറയുന്നത് പോലെ അപ്പോഴും വിങ്ങിലേക്കുള്ള 2 താരങ്ങളെയും മിഡ് ഉഷാറാക്കാനുള്ള ഒരു കിണ്ണം കാച്ചിയ താരത്തെയാണ് എവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, FC ബാഴ്സലോണയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊന്ന് റോഡ്രിയാണ് ആൻഡ് ആൻ്റണി ഗോർഡൻ്റെ സ്പീഡിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കരീമാണെങ്കിലും ഏറെക്കുറെ അതേ ലെവൽ തന്നെയാണ്. സോ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്യുവർ നമ്പർ 9 കൊണ്ടുവരാതെ ഹാൻസി ഫ്ലിക്ക് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എലൈറ്റ് അറ്റാക്കിംഗ് നമ്പർ 9 ടീമിനെ അങ്ങോട്ട് സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. അതായത് റൊട്ടേഷനിൽ സ്ട്രൈക്കർ പൊസിഷനിലേക്ക് കളിക്കാനുള്ള 2-3 പേര്, വിങ്ങിലേക്ക് കളിപ്പിക്കാനുള്ള 2-3 പേര്, അങ്ങനെ ബാഴ്സയെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇത് മുഴുവൻ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 156 ആണോ എന്തായാലും 50-ൽ കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള ഒരു ബയൺ മ്യൂണിക് ഉണ്ട്. ആ ബയൺ മ്യൂണിക്കിനെ സൃഷ്ടിക്കാനാണ് ഈ പറയുന്നത് പോലെ തന്നെ ഹാൻസി ഫ്ലിക്ക് ശ്രമിക്കുന്നതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിന് നിങ്ങൾ അതിൻ്റെ ആ സമയത്തുള്ള ഹാൻസി ഫ്ലിക്കിനെ എടുത്ത് നോക്കിയാൽ മതി. അതായത് 150-ൽ കൂടുതൽ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓവർ ദ ടൂർണമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ നമ്പറേ അല്ല, അറിയാലോ. ആൻഡ് അതിനകത്തുള്ളൊരു പ്രത്യേകത ഞാൻ എടുത്ത് നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, അവരുടെ ഏറ്റവും കോർ, ആ ടീമിൻ്റെ ഏറ്റവും കോർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ മിഡും അറ്റാക്കിംഗ് സൈഡുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്രാവശ്യം ഹാൻസി ഫ്ലിക്ക് ഇവിടെ ബാഴ്സലോണയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും മിഡും അറ്റാക്കും, അതായത് എലൈറ്റ് ലെവൽ ഓഫ് പ്രഷർ, നിർത്താതെ പ്രഷർ ചെയ്യുക, ബോൾ റിക്കവർ ചെയ്യുക, അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, ഗോൾ കൺവേർട്ട് ചെയ്യുക. ഇത് തന്നെ ആയിരിക്കും ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വരാൻ പോകുന്ന 2026-27 സീസണിൽ മുഴുവൻ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ 5-ൽ കൂടുതൽ ഗോളുകൾ അടിച്ച് ജയിക്കുന്ന മത്സരങ്ങൾ നിങ്ങൾ കണ്ടാൽ അതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ലാത്തൊരു സീസണായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിന് നിങ്ങൾക്കൊരു പ്യുവർ സ്ട്രൈക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ. ശരിയാണ്, ലെവൻഡോസ്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ ലെവൻഡോസ്കിയുടെ ആ സീസണിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സീസണിൽ 55 ഗോൾ വരേക്കും അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിലുള്ള കേസാണ് പറയുന്നത്. ലെവൻഡോസ്കി അടിച്ചിട്ടുണ്ട്. എന്നാൽ അത് കഴിഞ്ഞുള്ള ഗോളുകൾ നോക്ക്, ഈ 150 ഗോളുകളിലും 100, അതായത് ഹാൻസി ഫ്ലിക്ക് ലെവൻഡോസ്കി അടിച്ചത് 55 ആണെങ്കിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ മിഡും മറ്റ് ഫോർവേഡ്സും കൂടെ അടിച്ചു കൂട്ടിയതാണ് ബാക്കി ഗോളുകൾ മുഴുവനും. സോ ഇത് തന്നെയാണ് പുള്ളി ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. മിഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റോഡ്രി, ഹി ക്യാൻ കൺട്രോൾ ദ ഗെയിം, അതിൽ ആർക്കും ഒരു സംശയമില്ല. ഒപ്പം പെഡ്രിയും കൂടെ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡൺ. അതിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഡാലി ഓൺബോ ഉണ്ട്, ഗാവി ഉണ്ട്, ആൻഡ് മിഡ് നമുക്ക് ഫെർമിൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള മിഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രീമിയർ ലീഗിലായാലും ശരി, മറ്റേത് ലീഗിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും മോസ്റ്റ് അടിപൊളി മിഡ്ഫീൽഡ് ഇപ്പോൾ നിലവിലെ ഈ ഒരു സൈനിങ് കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഉള്ളത് അൺഡൗട്ടഡ് ഇറ്റ്സ് ഫോർ ബാഴ്സലോണ.
ഇറ്റ്സ് ഫോർ ബാഴ്സലോണ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ആൻഡ് ഇനി ഫ്രണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ ചെയ്യാനായിട്ട് റഫീനയെ നമുക്കറിയാം. ഗോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇനി ഇപ്പോഴത്തെ ഏറ്റവും നമ്മുടെ ബെൽജിയം ജീസു ആണെന്നുണ്ടെങ്കിൽ പോലും അടിപൊളിയായിട്ടാണ് അവൻ ബോൾ കിട്ടി ഫസ്റ്റ് ടച്ച് എടുക്കുന്നു ആൻഡ് ദെൻ ഒരു കട്ട് ഗോൾ. അതൊരു പ്രീ സീസൺ മാച്ച് അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിടാമെങ്കിൽ പോലും പുള്ളിയുടെ ഒരു ടാലൻറ്റ് ഷോക്കേസ് ചെയ്യപ്പെട്ടുള്ള ഒരു മാച്ചാണ്. പിന്നെ ലമീൻ യമാലിനെ കുറിച്ച് ഞാൻ എടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? കരീം നല്ല സ്പീഡുണ്ട്, നല്ല അറ്റാക്കിംഗ് ഉണ്ട്, നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു താരം തന്നെയാണ്. ഏജ്ഡായി ഔട്ടായി എന്നൊക്കെ പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുള്ളി അടിച്ച് തകർക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആൻഡ് ഒരു നമ്പർ 9 റോളിൽ, ഒരു സ്ട്രൈക്കർ റോളിൽ ഞാൻ കാണുന്നത് ഹംസയാണ്. ആൻഡ് ഹംസയ്ക്കായിരിക്കും കുറച്ചും കൂടെ അതിനുള്ള ചാൻസസ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ പോലെ ഫെറാൻ ടോറസിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ കീപ്പ് ചെയ്യാൻ പോകുന്നത് ഹംസയാണ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൊണ്ട് തന്നെ, അതായത് മിഡും അറ്റാക്കിലും ഭയങ്കര സ്ട്രോങ് ആക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് വരാൻ പോകുന്നൊരു സംശയമാണ്, എന്നാലും ഈ പറയുന്ന പോലെ തന്നെ കുബാഴ്സിക്ക് ഒരു സപ്പോർട്ട് വേണ്ടേ? അത് വേണ്ട എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. ഹാൻസി ഫ്ലിക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കാം എന്നുള്ള എൻ്റെ ഒരു ഗസ്സാണ് ഞാൻ പറയുന്നത്. കാര്യം ഇപ്പോഴും ഡിഫൻഡറിനെ വാങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇല്ല. പലരും പറയുന്നതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ അറ്റാക്കിംഗ് സൈഡിലേക്കുള്ള ഒരു സൈനിങ് ആണ് ബാഴ്സ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് റൂമേഴ്സ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ഡിഫൻഡർ വന്നില്ലെങ്കിലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഈ പറയുന്നത് പോലെ തന്നെ 2019-20 ഹാൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിലുള്ള ബയൺ മ്യൂണിക്ക് 11 ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നിന്നും 8 ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. എത്ര? 11-ൽ 8. അതായത് ഏകദേശം നമ്മൾ ഇപ്പോൾ പെർ ഗെയിംസ് വെച്ചിട്ട് ഫുൾ ഓൾ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ബയൺ അന്ന് കൺസീഡ് ചെയ്തുകൊണ്ടിരുന്ന ഗോളുകളുടെ നമ്പർ എന്ന് പറയുന്നത് 0.96 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 പെർ ഗെയിം വെച്ച് അവർ കൺസീഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഗോൾ അടിച്ചു കൂട്ടുന്ന, മറ്റുള്ളവരെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ബയൺ മ്യൂണിക്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ ഒരു ടീമുണ്ടല്ലോ, അത് വീണ്ടും ഇവിടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ചാമ്പ്യൻസ് ലീഗ് ആയാലും ശരി, നമ്മുടെ ലാലീഗയിൽ മാച്ചസ് ഒന്നും കൂടിയിട്ടില്ലെങ്കിൽ പോലും ചാമ്പ്യൻസ് ലീഗിൽ മുമ്പുണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോൾ എന്ന് നമുക്കറിയാം. കുറച്ചും കൂടെ മാച്ചസ് വന്നിട്ടുണ്ട്, അപ്പോൾ പ്ലേയിങ് ടൈം കൂടും. സോ ഇതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്ത് വരും എന്നുള്ളതും ഒരു വലിയ ചോദ്യം തന്നെയാണെങ്കിൽ പോലും ഐ തിങ്ക് ഇപ്രാവശ്യം ഐ എം നോട്ട് ഗീവിങ് ഫസ്റ്റ് പൊസിഷൻ ഞാൻ ആഴ്സണലോ PSG ഒക്കെ ആയിരിക്കും. പക്ഷേ PSG ഇപ്രാവശ്യം അടിക്കില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട്. എൻ്റെ മുമ്പത്തെ പ്രൊഡിക്ഷൻസൊക്കെ, കഴിഞ്ഞ സീസണിലെ പ്രൊഡിക്ഷൻസൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റായി വന്നതാണ്. ഓൾമോസ്റ്റ് അല്ല, എല്ലാം കറക്റ്റായി വന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഞാൻ ഇതുവരെ പറഞ്ഞതിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വരേക്കും ഞാനിത് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് വരുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ റോഡ്രി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. സോ ഇതും കൂടെ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനിപ്പോൾ പഴയ ബയണിൻ്റെ കാര്യങ്ങളെല്ലാം കൂടി എടുത്തിങ്ങനെ ചകഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നത് ബാഴ്സലോണ മൈറ്റ് വിൻ എ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ദിസ് സീസൺ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ചിൽ കുപ്പിച്ചിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട്